വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് ബി.ജെ.പിയെ മനസ്സിലാക്കാതിരുന്ന, ബി.ജെ.പി ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പാർട്ടിക്കുണ്ടായ അല്ലെങ്കിൽ നേതാക്കൾക്കുണ്ടായ പരാജയമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക്, ആ ബി.ജെ.പി സുധാകരൻ ബൈറ്റിലേക്ക്. മത്സരത്തിലല്ലേ ഇവർക്ക് 15%, 12% വോട്ട് കിട്ടും. ഏതോ ഒരു സ്ഥലത്ത് പാർലമെന്റിൽ അവർക്ക് 23% കിട്ടി. ഒരു സമയത്ത് 21-23% വോട്ട് കിട്ടി. ആലപ്പുഴയിൽ പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ആലപ്പുഴ പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലായിരുന്നല്ലോ. 1,87,000 നിന്നാണ് ഈ 2,99,000 കുതിക്കുന്നത്. അതെ അതെ, പക്ഷെ അത് 50,000-60,000 185,000. അതാ. അപ്പൊ അവരൊക്കെ അടിത്തറ നേരത്തെ ഉണ്ട്. 5,000, 10,000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. അവർ പണ്ടും ഇവിടെയുണ്ട്. ഒരു 1977 ശേഷം ബി.ജെ.പി എല്ലാ അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. 5,000, 6,000 കിട്ടിയ കാലമുണ്ട്, അവർക്ക് 3,000 കിട്ടിയ കാലമുണ്ട്. അത് വളർന്ന് 10, 15, 20, 25, 35 ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെല്ലാം കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടവരവിടെ വോട്ട് കുറവായതുകൊണ്ട് ബി.ജെ.പിയുടെ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണുന്നത്. അതിൻ്റെ കൂടെ വോട്ട് കുറേ ഐഡിയോളജി വളരെ പവർഫുള്ളാണ്. ആ ഐഡിയോളജി രാജ്യത്തെ ഡോമിനൻ്റായി നിൽക്കുന്നു. കാരണം രാജ്യത്ത് CPM കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശക്തമാണെങ്കിൽ നമുക്ക് പിന്തുണ കുറവാണ്. അവരുടെ ഐഡിയോളജി റിട്രോഗ്രസീവാണ്. അതായത് പിന്തിരിപ്പനാണെങ്കിൽ അതിന് പിന്തുണ കൂടുന്നു. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയതയ്ക്കെതിരായി ചിന്തിപ്പിക്കാതെ 10-40 വർഷം ഭരിച്ച് വർഗീയതയും ജാതിയെല്ലാം ഉപയോഗിച്ച് ഭരിച്ച് കുളവാക്കി ഇട്ടുനിന്നാണ് ഇവർ വളർന്നത്. കോൺഗ്രസ്സാണ് വളക്കൂടുള്ള മണ്ണ് ബി.ജെ.പിക്ക് ഉണ്ടാക്കിയത്. ഫൈറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. ബംഗാളും ത്രിപുരയിലും കേരളത്തിലും അടക്കി നിർത്തിയില്ലേ? ദീർഘകാലം അടക്കി നിർത്തിയില്ലേ? പറ. കോൺഗ്രസ്സാണ് വളർത്തിയത്. അവർ തിരുത്തുന്നുണ്ടോ? അടിയന്തരാവസ്ഥ പോലുള്ള ആ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട്. പറയണ്ടേ? ആലപ്പുഴയിലെ ഈ ബി.ജെ.പിയുടെ മുന്നേറ്റം CPM ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അവിടെയാണ് മോദി അനുകൂല പ്രസ്താവന എന്ന് CPM വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം ഇപ്പോൾ അദ്ദേഹം അതിന് വിശദീകരണം നൽകുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ ബി.ജെ.പി ഈ കേന്ദ്രങ്ങളിൽ വളർന്നു, അതിനെ CPM എങ്ങനെ ചെറുതായി കണ്ടു, നേതാക്കൾ അതിനെ അവഗണിച്ചു എന്നുള്ളതും കാണുകയാണ്. താനൊക്കെ ഉള്ള സമയത്ത് ഉള്ള ബി.ജെ.പിയുടെ അവസ്ഥയും താൻ പാർട്ടി സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിൽ, താൻ അത്ര സജീവമല്ലാത്ത സാഹചര്യത്തിൽ ബി.ജെ.പി കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വന്ന സാഹചര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരൻ പറഞ്ഞത്, അതായത് പത്തിയൂരും പുന്നപ്പറ വടക്കടക്കമുള്ള ഇടങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി പറയുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, അതായത് അഭിവൃദ്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘട്ടം മുതൽ തന്നെ എല്ലാ തവണയും പാർട്ടിക്ക് കൃത്യമായ ഒരു മെജോറിറ്റി ഉള്ള ഇടങ്ങളാണ് പത്തിയൂരടക്കമുള്ള ഇടങ്ങൾ. അവിടെയൊക്കെ ഉണ്ടായ ഒരു മാറ്റം അത് അതീവ വേദനാജനകമാണ് എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അത്തരമൊരു മാറ്റം ഇതിൽ മോദിയുടെ പരാമർശത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് വേണം. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയായി നിൽക്കുന്ന ഒരാളെ അസഭ്യ വാക്കുകൾ വെച്ചല്ല നമ്മൾ പറയേണ്ടത്. ശക്തന്റെ ശക്തി അറിഞ്ഞ് അതിന് മുകളിൽ ഫൈറ്റ് ചെയ്യുന്നവന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അവരുടെ ശക്തി എത്രയെന്ന് നമ്മൾ വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റിപ്പോയി. അവിടെയാണ് തിരുത്തു വരേണ്ടത് എന്നുള്ളതാണ് മുതിർന്ന നേതാവായ ജി സുധാകരൻ പറയുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും ഒരിക്കലും ഏത് മോശം സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വരാൻ കഴിയുന്ന ഐഡിയോളജിയാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിന് മാത്രമേ വർഗശത്രുക്കളെ അല്ലെങ്കിൽ വർഗീയ ശത്രുക്കളെ അത് ആ രീതിയിൽ അകറ്റി നിർത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളൂ. പിന്തിരിപ്പൻ ഐഡിയോളജിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി പിന്തിരിപ്പൻ ഐഡിയോളജി ആണ്. അത് തെറ്റായ ഐഡിയോളജി ആണെങ്കിൽ അതിനെ മറികടക്കാൻ കമ്മ്യൂണിസത്തിന് മാത്രമേ കഴിയൂ. അത്തരത്തിലൊരു പരിശോധന നടത്തുന്നതിൽ അത്തരം ഒരു അപകടം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നതിൽ പാളിച്ചു വന്നു. അതിൽ തിരുത്തൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സലാം പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്രയധികം ജി സുധാകരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പ്രതിപക്ഷ ബഹുമാനം എന്നത് അത് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല. മറിച്ച് നമ്മൾ ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനോട് പെരുമാറുന്ന രീതി അനുസരിച്ചാണ് നമുക്ക് തിരിച്ച് അതിനുള്ള ആ രീതിയിൽ നല്ല പെരുമാറ്റം കിട്ടുന്നത്. അങ്ങനെ പെരുമാറുന്നവരായിരുന്നു പണ്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ. എന്നാൽ അവന്റെ ശക്തി അറിഞ്ഞ്, എതിർഭാഗത്ത് നിൽക്കുന്നയാളുടെ ശക്തി അറിഞ്ഞ് അതിന് മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ ഫൈറ്റ് ചെയ്യണം. അതൊരു ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടാണ് ജി സുധാകരൻ പങ്കുവെക്കുന്നത്. അതായത് LDF വേഴ്സസ് UDF എന്നുള്ള രാഷ്ട്രീയ ചിത്രം
പല സ്ഥിതി അനുസരിച്ച് മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ ചിത്രം മാറാതിരിക്കണമെങ്കിൽ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം. അതായത് ഇപ്പോൾ ഈ ഗൗരിയമ്മ പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിൽ പോലും CPM അതിന് ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ, അത് പാർട്ടിയോട് വളരെയധികം ചേർന്ന് നിന്ന വിഭാഗമാണ്. അവർക്കിടയിൽ വലിയ ക്യാമ്പയിനുകൾ CPM നടത്തി, പാർട്ടി നടത്തി, അത്തരത്തിൽ കാര്യങ്ങൾ പൊതുയോഗങ്ങൾ വിളിച്ചു ചേർത്തി ജനങ്ങളുമായി സംവദിച്ചു. അത്തരമുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇപ്പോഴുണ്ടായ തിരിച്ചടി, അത് ഈ പറഞ്ഞ പല പുറം ചട്ടകൾക്കകത്ത് നിന്ന് കാര്യങ്ങൾ ഒളിപ്പിച്ചല്ല ജി സുധാകരൻ പറയുന്നത്. തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട ചില, ഞാൻ ഇപ്പോൾ ആ ബൈറ്റ് മുഴുവൻ കേട്ടപ്പോൾ ശരണ്യ കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൗരിയമ്മ